ഹായ് എവരിവൺ, റെൻവോൾട്ട് എനർജിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ MNRയുടെ നാഷണൽ റൂഫ് ടോപ്പ് സോളാർ എന്ന് പറയുന്ന സബ്സിഡി സ്കീമിൽ കുറേ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് രണ്ട് രീതിയിലാണ് നമുക്ക് സോളാറിന് സബ്സിഡി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് കേരള സർക്കാരിൻ്റെ സൗര സ്കീമും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ MNRയുടെ നാഷണൽ റൂഫ് ടോപ്പ് സോളാർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമും. അപ്പോൾ സൗര സ്കീം നമുക്കറിയാം, നമ്മൾ ഒരു 2017-18 തൊട്ടൊക്കെ ഇങ്ങോട്ട് ചെയ്തു വരുന്ന സ്കീമാണ് സൗര സ്കീം. അത് ഈ കഴിഞ്ഞ ഒക്ടോബർ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിലവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏക സ്കീം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന സ്കീമും റൂഫ് ടോപ്പ് സോളാറിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ്. ഇത് രണ്ടും നമ്മുടെ വ്യത്യാസം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം എല്ലാവരും കൂടുതൽ ചെയ്യാനുള്ള കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട വെണ്ടർമാരെ നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പാനലിൻ്റെ ബ്രാൻഡ് ചൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട പാനലിൻ്റെ ടെക്നോളജി ചൂസ് ചെയ്യാം, അതുപോലെ ഇഷ്ടപ്പെട്ട ഇൻവെർട്ടർ ചൂസ് ചെയ്യാം. എത്ര കൊല്ലം വാറൻ്റി ഉള്ള ഇൻവെർട്ടർ വേണം, ഇപ്പോൾ 3 കൊല്ലത്തിൻ്റെ വേണോ, 10 കൊല്ലത്തിൻ്റെ വേണോ, 8 കൊല്ലത്തിൻ്റെ വേണോ, ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള സബ്സിഡി സ്കീം ഈ റൂഫ് ടോപ്പ് സോളാറിൻ്റെ MNR സ്കീമാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഈ സബ്സിഡി റേറ്റുകളിൽ നിന്നും ഇപ്പോൾ അവർ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി സബ്സിഡി എമൗണ്ട് ഒരു 20% അധികം സബ്സിഡി എമൗണ്ട് അവർ കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സൗര സ്കീമിൽ നിന്ന് നമ്മുടെ MNR സ്കീമിലേക്ക് സബ്സിഡി സ്കീം വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ, സൗര സ്കീമിൽ നമ്മളൊരു പ്ലാൻ ചെയ്താൽ അതിൻ്റെ സബ്സിഡി നമ്മുടെ ചെയ്യുന്ന ഇൻസ്റ്റാളർക്ക് അല്ലെങ്കിൽ വെണ്ടർക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്കൊരു ടാർഗറ്റഡ് പ്രൈസ് ഉണ്ടായിരുന്നു. ആ പ്രൈസിനുള്ളിൽ നമ്മൾ ഈ സിസ്റ്റം നമ്മൾ വീട്ടിൽ കൊണ്ട് അസംബ്ലി ചെയ്ത് തരണമെന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. എന്നാൽ നേരെ MNR സ്കീമിലേക്ക് വരുമ്പോൾ നേരെ തിരിഞ്ഞു. അതായത് നമ്മുടെ സബ്സിഡി എമൗണ്ട് നമുക്ക് കസ്റ്റമർക്ക് ഡയറക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏത് സിസ്റ്റം വേണമെങ്കിൽ ചെയ്യാം, ഏത് ക്വാളിറ്റി വേണമെങ്കിൽ ചെയ്യാം. ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഉള്ള സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം, ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള, ഇപ്പോൾ നമുക്ക് പോളിക്രിസ്റ്റലൈൻ പാനൽസ് പോലെ അങ്ങനെ ഏറ്റവും കുറഞ്ഞ പാനൽസ് വെച്ചിട്ടും നമുക്ക് ഈ സബ്സിഡി സ്കീം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും വാറൻറ്റി കുറഞ്ഞ ഇൻവെർട്ടർ 3 ഇയർ തൊട്ടുള്ള വാറൻറ്റി കുറഞ്ഞ ഇൻവെർട്ടർ വെച്ചിട്ട് നമുക്ക് സബ്സിഡി സ്കീം ചെയ്യാം. ഏത് സ്കീം ചെയ്താലും നമുക്ക് കിട്ടുന്ന സബ്സിഡി എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിപ്പോൾ നമ്മൾ ഏറ്റവും ഹയർ ക്വാളിറ്റി ചെയ്താലും ഏറ്റവും ലോവർ ക്വാളിറ്റി ചെയ്താലും കിട്ടുന്ന സബ്സിഡി എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സബ്സിഡി സ്കീം ചെയ്യുന്നത് MNRയുടെ ഡയറക്റ്റ് പോർട്ടൽ ത്രൂ രജിസ്റ്റർ ചെയ്ത് നമുക്ക് കസ്റ്റമർ ലോഗിനിൽ നിന്ന് തന്നെ വെണ്ടറിനെ ചൂസ് ചെയ്ത് അങ്ങനെ ഓൺലൈൻ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഈ സബ്സിഡി സ്കീമിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ MNRയുടെ സബ്സിഡി സ്കീം ചെയ്യുമ്പോൾ 5 കൊല്ലം നമുക്ക് സൈറ്റിന് വാറണ്ടി തരണം എന്നുള്ള MNR റൂളാണ്. നമുക്ക് ഏത് വെണ്ടറിനെ വെച്ച് ചെയ്താലും കുഴപ്പമില്ല, നമ്മുടെ ചെയ്ത വെണ്ടർ നിർത്തിപ്പോയാലും കുഴപ്പമില്ല. നമ്മളൊരു സൈറ്റ് നമ്മൾ MNRയുടെ അണ്ടറിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 5 കൊല്ലം ഓൺ സൈറ്റ് വാറണ്ടി ചെയ്ത വെണ്ടർ തരണം എന്നുള്ളതാണ് റൂള്. അതുകൊണ്ട് ഗവൺമെൻറ് അഷുറൻസോട് കൂടി നിങ്ങൾക്ക് 5 കൊല്ലം വാറണ്ടിയിൽ ഒന്നും പേടിക്കാതെ നമുക്കൊരു സബ്സിഡി സ്കീം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഓരോ ഇപ്പോൾ 3 കിലോവാട്ട് അല്ലെങ്കിൽ 5 കിലോവാട്ട് 10 കിലോവാട്ട് ഇതൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്ന സബ്സിഡി പ്രോജക്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ MNRയുടെ സബ്സിഡി റേറ്റിൽ 20% ഇൻക്രീസാണ് അവർ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. MNR സ്കീം വെച്ചിട്ട് നമുക്ക് 2 രീതിക്ക് സബ്സിഡി വർക്ക് ചെയ്യാം. ഒന്ന് റെസിഡൻഷ്യൽ ചെയ്യാം, അതായത് വീടുകൾ ചെയ്യാം, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ കോമൺ ഏരിയാസ് ചെയ്യാം, അത് ഫ്ലാറ്റിൻ്റെ കോമൺ ഏരിയാസ് ചെയ്യാം. വീടുകളിൽ ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം കപ്പാസിറ്റി ആണ് 10 കിലോവാട്ടാണ്. ഇപ്പോൾ വീടുകളിലാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ 3 കിലോവാട്ട് ചെയ്യാറുണ്ട്, 5 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 4 സിസ്റ്റമാണ് വീടുകളിൽ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വീടുകളിൽ ചെയ്യുന്നതിൻ്റെ ഈ കോമൺ റേറ്റ്, അത് നേരത്തെ മുന്നേ ഉള്ള റേറ്റും ഇപ്പോൾ ഉള്ള റേറ്റും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 3 കിലോവാട്ട് സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മുന്നേ നമുക്ക് 43,764 രൂപ നമുക്ക് സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ 54,000 രൂപയായിട്ട് നമുക്ക് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ 5 കിലോവാട്ട് ചെയ്യുമ്പോൾ 58,352 സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ 72,000 രൂപയായിട്ട് അത് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ 8 കിലോവാട്ട് സിസ്റ്റം നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നേരത്തെ 80,000 രൂപ സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 99,000 രൂപയാണ് നമുക്ക് 8 കിലോവാട്ടിൽ നമുക്ക് സബ്സിഡി കിട്ടുന്നത്. അതുപോലെ 10 കിലോവാട്ട് ചെയ്യുകയാണെങ്കിൽ മുന്നേ 94,000 രൂപ സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 1,17,000 രൂപയാണ് സബ്സിഡി കിട്ടുന്നത്. ഈ ഇത്രയും കോമൺ സിസ്റ്റമാണ് നമ്മൾ വീടുകളിൽ കോമൺ ആയിട്ട് ചെയ്യാറുള്ളത്. 10 കിലോവാട്ടിന് മേളിലായിട്ട് നമ്മൾ എത്ര ചെയ്താലും വീടുകളിൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റിലാണെങ്കിൽ ഈ 10 കിലോവാട്ടിൻ്റെ സബ്സിഡിയാണ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ നമുക്ക് ഫ്ലാറ്റിൻ്റെ കോമൺ ഏരിയാസ്, അതായത് റെസിഡൻഷ്യൽ കോമൺ ഏരിയാസിൽ നമുക്ക് സബ്സിഡി കിട്ടുന്നതാണ് ചെയ്താലും അത് ഒരു പെർ കിലോവാട്ടിന് 9,000 രൂപ വെച്ചിട്ടാണ് നമുക്ക് സബ്സിഡി കിട്ടുന്നത്. അത് എത്ര കിലോവാട്ട്, 500 കിലോവാട്ട് വരെ നമുക്ക് ഈ ഫ്ലാറ്റിൻ്റെ കോമൺ ഏരിയാസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് MNR സബ്സിഡി ചെയ്യാനായിട്ട് DCR അപ്രൂവലുള്ള പാനൽസ് വേണമെന്നുള്ളത് MNR റൂളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലത്തെ മാർക്കറ്റ് റേറ്റിൻ്റെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് DCR അപ്രൂവലുള്ള പാനൽസിന് ഏറ്റവും റേറ്റ് കുറഞ്ഞ് നിൽക്കുന്ന ടൈം.
അതുപോലെ തന്നെ നമുക്ക് സബ്സിഡി എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് കൂട്ടി തന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തെ മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് ഈ സോളാർ പവർ പ്ലാന്റ് വീട്ടിൽ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ MNR റൂൾ പ്രകാരം നമുക്ക് 5 കൊല്ലമാണ് നമുക്ക് വീട്ടിൽ ഓൺ സൈറ്റ് വാറണ്ടി ചെയ്യുന്ന ഇൻസ്റ്റാളർ അല്ലെങ്കിൽ വെണ്ടർ തരേണ്ടത്. നമ്മളത് 10 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോടുകൂടി തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നിലവിലുള്ള റേറ്റ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം നമുക്ക് വീട്ടിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മൈക്രോ ഇൻവെർട്ടറിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം കുറേ പേര് നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൈക്രോ ഇൻവെർട്ടർ വെച്ചാൽ നമുക്ക് സബ്സിഡി കിട്ടുമോ, അല്ലെങ്കിൽ ഈ സ്കീമിൽ മൈക്രോ ഇൻവെർട്ടർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. നമുക്ക് ഈ സ്കീമിൽ നിന്നല്ല ഏത് സ്കീമിലും BA സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇൻവെർട്ടറും, അത് മൈക്രോ ഇൻവെർട്ടർ ആണെങ്കിലും സ്ട്രിങ് ഇൻവെർട്ടർ ആണെങ്കിലും BA സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സബ്സിഡി സ്കീമിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സൈറ്റുകളിൽ തന്നെ മൈക്രോ ഇൻവെർട്ടർ വെച്ച് നമ്മൾ ഓൾറെഡി സബ്സിഡി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ ചെയ്തത് IQ7A എന്ന് പറയുന്ന ഒരു മൈക്രോ ഇൻവെർട്ടർ വെച്ചിട്ടായിരുന്നു. അതിനകത്ത് മാക്സിമം കണക്ട് ചെയ്യാവുന്ന പാനലിൻ്റെ കപ്പാസിറ്റി വന്ന് 450 വാട്ട്സ് ആയിരുന്നു. പക്ഷേ നിലവിൽ IQ8H ആൻഡ് IQ8P എന്ന 2 മോഡൽ നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. 650 വാട്ട് വരെയുള്ള പാനലിന് നമുക്ക് ഈ മൈക്രോ ഇൻവെർട്ടേഴ്സ് കണക്ട് ചെയ്യാവുന്നതാണ്. മൈക്രോ ഇൻവെർട്ടേഴ്സിൻ്റെ അതായത് എൻഫേസ് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് മൈക്രോ ഇൻവെർട്ടർ വരുന്നത്. ഈ മൈക്രോ ഇൻവെർട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി എന്ന് പറയുന്നത് 10 കൊല്ലമാണ്. അതുപോലെ തന്നെ 25 കൊല്ലം വരെ നമുക്ക് ഈ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ IQ8H ആൻഡ് IQ8P ഈ 2 മൈക്രോ ഇൻവെർട്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന സബ്സിഡി സ്കീമായിട്ടോ അല്ലെങ്കിൽ സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടിനും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.